അനുമോള് പൊതുവെ ഇഷ്ടമല്ലാത്തോണ്ട് അവളൊന്നും ഇഷ്ടമല്ല. അനുമോള് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ഷാനവാസ് ഫാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. കപ്പ് കിട്ടിയില്ലെങ്കിലും അതിന് തുല്യമായിട്ടുള്ള വിജയം. എന്തായാലും ഷാനവാസ് അല്ലെങ്കിൽ അനീഷ് കപ്പ് എടുക്കും എന്ന് പ്രതീക്ഷ, പക്ഷെ നേരെ തിരിഞ്ഞു. എങ്കിലും ഷാനവാസ് കപ്പ് കിട്ടിയ അതേ പ്രതീതി തന്നെ. ഭയങ്കര സന്തോഷം. ഷാനവാസ് കപ്പെടുക്കുന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ അനീഷ്. ആരെങ്കിലും ഏതിലും ഒരാളാണ് എന്തായാലും കപ്പെടുക്കുള്ളൂ. PR കളിച്ചതായിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഷാനവാസ്കാർക്ക് ഒന്നും PR ഇല്ല. അവര് എന്താണ് പൊരുതി നേടിയ വിജയം, അതാണ് പറയാനുള്ളത്. വോട്ടിംഗ് അതെ 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 അതെ, വോട്ടിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഷാനവാസിന് ആ വോട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു പകുതി എത്തിയപ്പോ ചെറുതായിട്ട് കുറഞ്ഞായിരുന്നു. PR മസ്റ്റായിട്ട് തോന്നിയില്ല. ഒരു മിനിറ്റ്. PR എന്ന് പറഞ്ഞ ഘടകം ഇതിന്റെ അകത്ത് ഒഴിവാക്കണം, മനസ്സിലായോ? അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങൾ ഷാനവാസ് അല്ലെങ്കിൽ അനീഷ് കപ്പടിക്കുന്നതാണ് എന്തായാലും പ്രതീക്ഷിച്ചത്. കേരള ജനത മുഴുവൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. അനീഷ് അപ്രതീക്ഷിതമാണ്, വിശ്വസിക്കാൻ പറ്റൂല. മോഹൻലാൽ എന്താണ് ലാലേട്ട കൈ പൊക്കിയപ്പോ ഓർത്ത് എന്തായാലും അനീഷിനെയാണ് പൊക്കൂടുന്നാണ് ഓർത്തിരുന്നത്. പക്ഷെ നേരെ തിരിഞ്ഞു. എന്തായാലും അറിയാമായിരുന്നു, കാരണം അത്രയും തന്നെ വോട്ട് മറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ പ്രതീക്ഷ, കാരണം നമ്മളൊക്കെ തന്നെ ഓൾറെഡി പ്രിഡിറ്റർമൈൻഡ് ആയിരുന്നു സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അനീഷ് ജയിക്കുക അല്ലെങ്കിൽ കപ്പ് എടുക്കുന്നാണ് പ്രഡിക്ട് ചെയ്തിരുന്നത്. ഷാനവാസ് സെക്കൻഡ് വരും, അങ്ങനെയാണ് പ്രഡിക്ട് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ നേരെ തിരിഞ്ഞു വന്നു. ഇവരുടെ സൗഹൃദം എങ്ങനെ? അനീഷ് ഷാനവാസ് കോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കോംബോയാണ്. അത് തിരിച്ച് പുറത്തിറങ്ങിയാലും തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് 100% ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഫേക്ക് കോംബോ അല്ല ഒരിക്കലും. അത് ജെനുവിൻ ആയിട്ടുള്ള നല്ലൊരു പക്കാ കോംബോയാണ്. അവരുടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. കുറെ മാറ്റങ്ങൾ ഉണ്ടായി. അതായത് അനീഷ് ആദ്യം വന്നപ്പോ ആരുടെ അടുത്ത് അങ്ങനെ മിങ്കിൾ ചെയ്യില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നല്ലോ. പിന്നെ ഷാനവാസൊക്കെയായിട്ട് കൂട്ടായപ്പോ ഒന്നുകൂടി കൂടി മിങ്കിളായി. പക്ഷെ അവരെ തമ്മിലുള്ള ബോണ്ട് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഷാനവാസ് കഴിഞ്ഞ അനീഷ്, വേറെ ആരും ഇഷ്ടമല്ല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വളരെ എന്താ പറയാ, വളരെ മോശം ബിഗ് ബോസ് ആണ്. സീസൺ 7 എന്റർടൈൻമെന്റ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഷാനവാസും അനീഷാണ് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് കാണുന്നത്. അല്ലാതെ അൺഫെയർ എവിക്ഷൻ അതിനെ കുറിച്ചൊന്നും ആര്യനൊക്കെ അങ്ങനെ പെട്ടെന്ന് ഔട്ടാവുന്ന പ്രതീക്ഷയിലായിരുന്നു. കാരണം ആര്യനെ ഗെയിമില് നല്ല നിന്നിരുന്ന ആളല്ല. കണ്ടന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗെയിമിങ്ങിലൊക്കെ ആര്യൻ ഭയങ്കര മികച്ചതാണ്. അങ്ങനെ അൺഡിസർവിംഗ് ആയിട്ടുള്ള കുറെ എവിക്ഷൻസ് ഒക്കെ വന്നു. ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് നമുക്കറിയില്ല, നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. നമ്മൾ കപ്പ് കിട്ടണേ അനീഷ് അല്ലെങ്കിൽ ഷാനവാസ്. അത് അവരെന്തായാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ബാക്കി തേർഡ് പേഴ്സണിലേക്ക് വരുന്നില്ല. അത്രേ ഉള്ളൂ. എന്തായാലും അവര് കപ്പെടുത്തില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ അവര് ഉണ്ട്. എന്നും അങ്ങനെ ഉണ്ടാവും. ഗെയിംസോ നമ്മൾ തുടക്കം മുതലേ കണ്ടായിരുന്നു. അത് ഓരോരുത്തരും മൈൻഡല്ല. സാഹചര്യം കണ്ടാൽ അത് മനസ്സിലാവും. അത് ആക്ടിങ് അല്ല, റിയൽ ആണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ പുള്ളി അത്രയും ഒരു അസുഖമായിട്ടൊക്കെ വന്ന ഒരാളാണല്ലോ, മനസ്സിലാവും. എന്നിട്ട് റിയൽ ആയിട്ട് പുള്ളി നിന്നു. ഫേക്ക് ഇല്ലാണ്ട് പക്കയായിട്ട് ഒറിജിനാലിറ്റി ആയിട്ട് നിന്നു. ഷാനവാസ് അനീഷ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് 7 വിജയം അനീഷിന്റെ ഷാനവാസിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. പരാജയം എന്ന് പറയില്ല. അവര് ജനമനസ്സിൽ അവർ കയറിയല്ലോ. ഇനിയിപ്പോ ഒന്നുമില്ല. ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും അവർ തന്നെയാണ്. ഇനിയിപ്പോ കപ്പ് കിട്ടിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പട്ടായ പോകുമ്പോ അതിനും നമുക്ക് അത്ര ഇഷ്ടമല്ല. ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയും. അതാണ്. ഇല്ല, പട്ടായ ഗ്യാങ്ങിനെ കുറിച്ച് നമുക്ക് അത്ര താല്പര്യമില്ല. അനീഷ് ഷാനവാസ് ആ കോംബോ അത് ഇനി എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അനുമോള് എപ്പോഴും കരച്ചിലാണ്. വെറുതെ ഓരോ തൊട്ടേനും പിടിച്ചാലും കരഞ്ഞോണ്ടിരിക്കും. അനുമോള് പൊതുവെ ഇഷ്ടമല്ലാത്തോണ്ട് അവളൊന്നും ഇഷ്ടമല്ല. ഷാനവാസ്, അക്ബർ അവരൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി. നല്ല കളിയായിട്ട്. നല്ല കളിയായിട്ട്. ആരെ ഇഷ്ടമല്ലാത്ത? അനുമോള്,
അതെന്താ കാരണം? ഭയങ്കര വിറപ്പിക്കലായിരുന്നു. കരച്ചിൽ കൂടുതലാണ്. കരച്ചില് കൂടുതലാ. ഒരു കുലസ്ത്രീയായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് അനീഷ് ഷാനവാസ്. ആ കോംബോ ഇഷ്ടമാണ്. ആ കോംബോ ഇഷ്ടം. അവരുടെ ഗെയിം പ്ലാനും മൈൻഡ് ഗെയിമും ഒക്കെ ഇഷ്ടം. ആദിലെന്ന് കുഴപ്പമില്ല. ലക്ഷ്മിയും പവറാണ്. പവറാണ്. ഇപ്പൊ കേറി വരുന്നുണ്ടല്ലേ? കയറി വരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഹോട്ടൽ ടാസ്കില് സാബുമാനും ലക്ഷ്മിയും കയറി വരുന്നുണ്ട്. അടിപൊളിയായി. എനിക്ക് പാവമായിട്ട് തോന്നിയത്. ആളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കയറി വരുന്നുണ്ട്. ഭയങ്കര വിഷമം തോന്നി, പക്ഷെ കയറി വരുന്നുണ്ട്. കയറി വരുന്നുണ്ട്. എല്ലാരും ഇഷ്ടം. അക്ബറിനെയൊക്കെ ഇഷ്ടാ. പിന്നെ അനുമോള ചെറിയ വിറപ്പിക്കലായിട്ട് തോന്നാറുണ്ട്. നെവിൻ കുഴപ്പമില്ല, ഇച്ചിരി ഓവറാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ഷാനവാസ്കാരുടെ കൂടെയാണ്. ഞാൻ ഷാനവാസിന്റെ കൂടെയാണ്. ഓക്കെ. സീസൺ 7 ഒരു 7ന്റെ പണിയായിട്ട് തോന്നി.